ഇതാണ് ധിക്കാരം. ഇത്രയും ധിക്കാരമുണ്ടോ സ്റ്റാഫിന്? നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും എക്സ്റേ മെഷീൻ കംപ്ലൈന്റിൽ. ഇതിനെ തുടർന്ന് കൊട്ടാരക്കര BJP പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയുണ്ടായി. എന്നാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുക? പാവപ്പെട്ട ജനങ്ങളെ എത്രത്തോളമാണ് ഇവർ ബുദ്ധിമുട്ടിക്കുന്നത്? അത് BJP കൃത്യമായി ഇവിടെ അറിഞ്ഞ് കംപ്ലൈന്റ് കിട്ടി എത്തി പ്രതിഷേധിച്ചപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ സാധനം വരും, ഇറക്കുമതി അങ്ങനെ ചെയ്യണമെന്നവർക്ക്. ചെന്നൈയിൽ നിന്ന് മാത്രമേ ഇറക്കുമതി ചെയ്യാറുള്ളൂ. ചെന്നൈയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ ശരിയാക്കണം. അങ്ങനെ BJPയുടെ ശക്തമായ പ്രതിഷേധം. ഇവിടെ ഇരുന്ന് ഞങ്ങൾ എക്സ്റേ മെഷീൻ ശരിയാക്കുന്നത് വരെ ഇവിടെ കുത്തിയിരിക്കുന്ന ശക്തമായ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ എക്സ്റേ മെഷീൻ ശരിയായി. അങ്ങനെ വീണ്ടും ഇപ്പോൾ 2-2.5 മാസക്കാലമായില്ല. അതിനു മുമ്പിട്ട് വീണ്ടും എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് ദിവസങ്ങളായി. ഇതുവരെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മാത്രം ഈ അടിക്കടി കംപ്ലൈന്റ് വരുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ കംപ്ലൈന്റ് ആക്കുന്നതല്ലേ? പുറത്തുള്ള അറ്റ്ലസും പുതിയൊരു ലാബ് തുടങ്ങിയിട്ടുണ്ട്. ഇവരെ സംരക്ഷിക്കുവാൻ, ഇവർക്ക് കോടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത് മനഃപൂർവ്വം കേടാക്കുക എന്നാണ് BJPക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഈ പാവപ്പെട്ടവർ ഇവിടെ അറിയാം, ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെ അഭയ കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി. ചിന്തിക്കണം, മറ്റൊരുപാട് ആശുപത്രികളുണ്ട്. ഇതേപോലെ ആശുപത്രി കേരളത്തിൽ കാണാൻ കിട്ടത്തില്ല. അത്രത്തോളം പാവപ്പെട്ടവർ, നിവൃത്തിയില്ലാത്ത, ഒരു ഗതിക്ക് മറുഗതിയില്ലാത്ത പാവപ്പെട്ടവർ വരുന്ന ആശുപത്രിയിലെ ജനങ്ങളെ ദ്രോഹിക്കരുത്. ഇത് ഞങ്ങളുടെ ആജ്ഞയല്ല, അപേക്ഷയാണ്. ഈ നാട്ടിലെ നല്ലതായ നാട്ടുകാരോട് ഞങ്ങൾ പറയാണ്, നിങ്ങൾ പ്രതികരിക്കണവർ, നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. പാവപ്പെട്ടവർ നിങ്ങൾക്ക് AC-യിലും ഫാന്റെ കീഴിലേക്ക് നിങ്ങൾക്ക് വിഷമത്തില്ല. രാവിലെ ഒരു പേര് ചൂടും കൊണ്ട് വന്നിട്ട് എക്സ്റേ വിടും. ഞാൻ പുറത്തും കണ്ടതാ, പുറത്തോട്ട് പൊയ്ക്കോളാം. ഇവിടെ ഇരിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം സ്ത്രീ ഉണ്ടല്ലോ, അവരെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് മടിയാണ്. ഞങ്ങൾ ബഹുമാനിക്കും സ്ത്രീ ആയതുകൊണ്ട്. പക്ഷെ സ്ത്രീ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ബഹുമാനം അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അത്രത്തോളം വളരെ നികൃഷ്ടമായ രീതി ഞങ്ങളിപ്പോ ചോദിക്കും, ഞങ്ങൾ എന്താണ് കംപ്ലൈന്റ് ചോദിക്കുന്നപ്പോൾ അവർ ഞങ്ങളെ തള്ളി കഥ അടച്ച് ഞങ്ങൾ പുറത്താക്കിയവര്. അത്രത്തോളം നികൃഷ്ടമായ രീതിയിലാണ് ഈ സ്റ്റാഫുകളും ഇവിടുത്തെ ആശുപത്രി അധികൃതർ പെരുമാറുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് പഠിച്ച സ്ത്രീ ഞങ്ങളെ ഇംഗ്ലീഷ് വരട്ടാൻ വന്നു. അവരെ പൂഴ്ത്തി വെച്ച സിറിഞ്ച് എടുത്തിട്ട് വന്നു. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ എവിടെ വന്നു? മാന്ത്രിക വന്നത്. BJP സമരം ചെയ്തപ്പോൾ സിറിഞ്ച് പൂഴ്ത്തി വെച്ച പാവപ്പെട്ടവർ 2 ദിവസം പുറത്തു വിട്ടു. സിറിഞ്ചില്ല. എപ്പോ വന്നു? 5 മിനിറ്റ് എടുത്തു വന്നു. എവിടെ വന്നു? സാർ മറുപടി പറയാം, എവിടെ നിന്ന് വന്നു സിറിഞ്ച്? അപ്പോ വ്യക്തമായ അഴിമതി. മരുന്നും സിറിഞ്ചും പൂഴ്ത്തി വെച്ചിട്ട് മരുന്നും ഇല്ല, സിറിഞ്ചില്ല. പാവപ്പെട്ട അമ്മമാരും കൈക്കുഞ്ഞുങ്ങളോട് വരുന്ന സ്ത്രീകളും പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ അവരെ നിങ്ങൾ ദ്രോഹിക്കുക. ഇത് ഞങ്ങൾ അഭ്യർത്ഥനയാണ്. ഞങ്ങൾ BJP അഭ്യർത്ഥിക്കുക, നിങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ ഈ സാധാരണക്കാരെ നിങ്ങൾ ദ്രോഹിക്കരുത്. ഇവിടെ CT സ്കാൻ മെഷീൻ കംപ്ലൈന്റ് ആക്കിയിടും, ഇവിടെ അൾട്രാസൗണ്ട് മെഷീൻ കംപ്ലൈന്റ് ആക്കിയിടും, എല്ലാം കംപ്ലൈന്റ് ആക്കിയിടും. ഇവിടെ എന്ത് കംപ്ലൈന്റാ? നിങ്ങളുടെ ഉദ്ദേശത്തിൽ ആര് പറഞ്ഞിട്ടാണ്? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണോ? അത് നഗരസഭയുടെ ആൾക്കാർ പറഞ്ഞിട്ടാണോ? അവർ അതിനുമാത്രം അവർക്ക് കൂടെ ഷെയർ കൊടുത്തിട്ട് നിങ്ങൾ അഴിമതിയാണ് കാണിക്കുന്നത്? വ്യക്തമായി പറയണം. നിങ്ങളടക്കം സാമ്പത്തികം കൈപ്പറ്റുന്ന നിങ്ങൾ ആരോപിക്കുന്നു. സൂപ്രണ്ട് സാറടക്കം ഇത് വലിയ സാമ്പത്തികം തട്ടിപ്പടുത്തുണ്ട്. ഇതിൽ പറയാൻ പറ്റുമോ? അറ്റ്ലസും പുതിയ ലാബ് അടക്കമുള്ള അവിടെയൊക്കെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഈ വാക്ക് വേറെ പറയേണ്ടത് ഈ തന്തയിലും വരെ കാണിക്കുന്നത്. അത്രത്തോളം വിഷമമുണ്ട്. അത് പാവപ്പെട്ട രോഗിക്ക് സമ്മതിക്കത്തില്ല. പാവപ്പെട്ട ഞങ്ങൾ രോഗിക്ക് സമ്മതിക്കത്തില്ല. എക്സ്റേ എടുക്കുന്നത് വെളിയിൽ 350 രൂപ 400 രൂപ മേടിക്കുന്നത്. ഇവിടെ 50 രൂപയുള്ളൂ. അതിനാ ജനം വരുന്നത്. ഇവിടെ വരുന്ന രോഗികൾ സാറ് പൈസ കൊടുത്ത് പുറത്തു വരുന്ന എടുക്കാൻ ആര് പൈസ കൊടുക്കും? അവർക്കും ചോദിക്കാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ സംരക്ഷണം കൊടുക്കുക അവർക്ക്. ഒരു ധനകാര്യമന്ത്രി ഭരിക്കുന്ന ഒരു താലൂക്ക് ഇവിടെ ഇല്ല, സംവിധാനമില്ല. ഇവിടെ ചെറിയ ഒരു കേസ്, ആക്സിഡന്റ് കേസ് ഉണ്ടായി ഉടനെ പറയാം നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ടോ. അപ്പോഴേ ഇവിടെ എത്ര ആംബുലൻസ് ആരാന്ന് അറിയാം.
ഉടനെ പോകുവാങ്ങ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോലീസുകാരെ വിളിച്ചോളൂ. കൊല്ലം ജില്ലയിലുള്ള എല്ലാ പോലീസുകാരും വന്നോളൂ. മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടും. അതാണ് ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്ന ആശുപത്രിയാണ്, പാവപ്പെട്ടവൻ്റെ ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. ഏത് കാര്യം വന്നാലും ചെറിയ ആക്സിഡൻറ്റ് വന്നാൽ ഉടനെ മെഡിക്കൽ കോളേജ് പറഞ്ഞു വിടേണ്ട കാര്യം ഇവിടെ ചെയ്യാമെന്നുകൊണ്ട് അവർ ചെയ്യില്ല. ആംബുലൻസുകാരെ വിളിക്കുക, ഉടനെ അങ്ങ് കയറ്റുക, പോവുക. ആംബുലൻസുകാർക്ക് കൊണ്ട് പൈസ കിട്ടും. ഞങ്ങൾ പറഞ്ഞ കള്ളത്തരമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടി അവിടെ ഒന്ന് ചെന്നാൽ അപ്പോൾ നിങ്ങൾക്കറിയാം. അറ്റ്ലസിൻ്റെ ആ മെഡിക്കൽ അവിടത്തേക്ക് പറഞ്ഞു വിടത്തേക്ക് ഏത് ടെസ്റ്റിന് ചെന്നാലും രക്തം പരിശോധിക്കാൻ പോലും ഇവിടെ സമയമില്ല. എല്ലാം വെളിയിലേക്ക് പറഞ്ഞു വിടും. വെളിയിലേക്ക് പറഞ്ഞു വിടാൻ ഇത് ഹൈടെക് ആക്കി വെച്ചേക്കുന്നത് എന്തിനാണ് അവർ? എക്സ്റേ മെഷീൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമുക്ക് കേടായി. പിന്നെ അത് ശരിയാക്കാനായിട്ട് അതിൻ്റെ കൊച്ചിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് എന്തായാലും താമസിക്കും. എന്നാലും ഇപ്പം നമുക്കൊരു സ്പെയർ കിട്ടാൻ വേണ്ടി ശാസ്താംകോട്ടൊരു സ്പെയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് ഇപ്പോൾ എടുക്കാനായിട്ട് രാവിലെ പോയിട്ടുണ്ട്. ഇനി അവിടുന്ന് അത് അഴിച്ചു കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത്രയും ഒരു താമസമുണ്ട്. കഴിയുന്നത് ഇന്ന് ഉച്ചയ്ക്കകത്ത് വെച്ച് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് രാവിലെ 9 മണിക്ക് തന്നെ ഇവിടുന്ന് വണ്ടി അയച്ചിട്ടുണ്ട്. ശാസ്താംകോട്ടയിൽ സ്പെയർ സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പം അവിടെ നമുക്കിത് ഇത്രയും പെട്ടെന്ന് ശരിയാക്കാൻ ഒക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറേ ഡിലേ വരും. ഇത് എന്താണെന്നാണ് പറഞ്ഞത്, ലേസർ. അന്നേരം അത് നമ്മൾ ചെന്നൈയിൽ നിന്നാണ് വരേണ്ടിയിരുന്നത്. അത് ചെന്നൈയിൽ ആ സമയത്ത് ഫ്ലഡും മറ്റ് റീപ്ലേസ് ചെയ്യേണ്ടത്. ചെന്നൈയിൽ ആ സമയത്ത് ഫ്ലഡ് ഉണ്ടായ സമയത്താണ് അവിടെ ചെറിയൊരു ഡിലേ വന്നത്. എന്നിട്ട് അത് സാധനം എല്ലാം എത്രയും പെട്ടെന്ന് എല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് അത് എത്തിച്ചിരുന്നു. അത് ഫ്ലൈറ്റിലാണ് സാധനം ഇവിടെ എത്തിച്ചത്. അത്രയും ഇതിനാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നും. ഏതാണ്ട് 3000-ഓളം എക്സ്റേ ആണ് ഒരു മാസം ഇവിടെ ആവുന്നത്. ഇത് തീർച്ചയായിട്ടും മെഷീൻ ഓവർലോഡാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കംപ്ലയിൻ്റ് അല്ല ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലേസറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു, അത് റീപ്ലേസ് ചെയ്യേണ്ട കംപ്ലയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ CPU-ൻ്റെ തകരാറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ സാധ്യത കാണും.